ഞാനിന്ന് രാവിലെ കുറേ ഫോട്ടോസ് ഇട്ടില്ലേ, കുറേ ഫ്ലവറിൻ്റെ ഫോട്ടോസ് ഇട്ടില്ലേ, അത് എൻ്റെ ചേച്ചീൻ്റെ വീടും പരിസരമാണ്. ഇവിടെയല്ല, അങ്ങ് അമേരിക്കയിൽ. ആ ചേച്ചീൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ പോയത്. ഓർക്കുന്നുണ്ട്, ഞാൻ ഫോട്ടോ കാണിച്ചു തന്നത്. ഇതാണ് ചേച്ചീൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ ഇവിടുത്തെ വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇട്ടിരുന്ന വീടാണ്. ചേച്ചി ഉള്ളപ്പോൾ നല്ല പൂന്തോട്ടമൊന്നും പറയണ്ട, ഇതേപടി തന്നെ പൂക്കളെന്ന് വെച്ചാൽ ഭയങ്കര ക്രൈസാണ്. ഇപ്പോൾ ചെടി പൂത്തോട്ടം നോക്കാനൊക്കെ ഒരാളെയൊക്കെ വെച്ചേക്കണേ, വീട് വൃത്തിയാക്കുന്ന ഒരാൾ, അങ്ങനെ പണിക്കാരെയൊക്കെ അവിടെ ആക്കിയിട്ടാണ് അവർ പോകുന്നത് ഇവിടെ നിന്ന് പോകുമ്പം. അപ്പം വലിയ കാര്യത്തിൽ ചേച്ചി നോക്കി ഇതൊന്നും അവിടെ പൂവില്ല, ഒരു കുന്തവും ഇല്ല. അപ്പോൾ ചേട്ടൻ എന്നെ രാത്രി കൊണ്ടുപോയി കാണിച്ചു തരാണ്. ഞാൻ ഇവിടെ കൊണ്ട് ഒരു തെങ്ങിൻ്റെ ചൂട് മൊത്തം പിന്നെ എൻ്റെ മിനിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മുല്ല നട്ടു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ചേച്ചീനോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്ത് ഇഷ്ടമാണ്, ചേട്ടൻ സ്വന്തമായിട്ട് വെച്ചെന്നാ പറയണേന്ന്. അപ്പോൾ എന്നോട് പൊടി കുന്തം, അത് ഏതോ കാലത്ത് വെച്ചേക്കണതാണ്, ഇപ്പോഴും അത് കുറ്റിമുല്ലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, ഇച്ചിരി ഇത്ര നീളേ ഉള്ളൂ കേട്ടോ. അപ്പം കുന്തം അത് ആ കാലം മുതലേ അങ്ങനെ തന്നെ ഇരിക്കുന്നത്, ഇന്നേ വരെ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട് മൊത്തം സൂപ്പറാക്കി തന്നെ. എന്നെ അതിന് ചീത്ത പറയും, ഞാൻ വെള്ളം കൊടുക്കൂല ചെടിക്കെന്ന് പറയും. എനിക്ക് ചെടിയൊന്നും വലിയ ക്രൈസൊന്നുമില്ല. എനിക്ക് വാഴ മരങ്ങളോടാണ് എനിക്ക് ക്രൈസ്. പിന്നെ ഇപ്പോഴാണ് എനിക്ക് സ്വൈര്യം തരുന്നത്, അല്ലെങ്കിൽ ഈ ചെടികളെല്ലാം കൊണ്ട് നട്ട് വെച്ചേക്കുന്ന ചെടികൾ കണ്ടല്ലോ അമേരിക്കയിലെ, ഇതെല്ലാം നടന്ന് വീഡിയോ കോളിൽ കാണിച്ച് തന്നിട്ട് ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞു തരും. നമുക്ക് വല്ല പേരും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെങ്ങാനും ഇവിടെ കിട്ടുന്നതാണ് സാധനം. അതായത് കുറേ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. നമുക്കിവിടെ വീട്ടിൻ്റെ ചുറ്റും നോക്കാം, ഒരാളെ വിളിച്ചപ്പോൾ തന്നെ 50-നടുത്ത് വരും. എന്നിട്ട് ഞാൻ ചോദിച്ചത് അവരോട്, ഇതൊക്കെ വെള്ളം നനയ്ക്കേണ്ടെന്ന്. അപ്പോൾ ആ പച്ചപ്പുല്ലിന് വെള്ളം നനയ്ക്കണം, ലോണിനില്ലേ അതിന് വെള്ളം നനയ്ക്കണം. അപ്പോൾ വെള്ളം നനയ്ക്കാത്ത ഞാൻ അപ്പോൾ അതിൻ്റെ മറ്റേ ഇതെന്തെങ്കിലും പിടിപ്പിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ വെള്ളം ഫുള്ള് നനഞ്ഞോളുമല്ലോ. അങ്ങനെയൊക്കെ അതിന് പിന്നെ വേറെ പ്ലംബറെ വിളിക്കണം. കുറേ പേരെ വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനും പറ്റുള്ളൂ. ക്രൈസായിട്ടൊന്നുമല്ല, വീടൊന്ന് വൃത്തിയായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ മതിലിൽ ഇപ്പോൾ ഒരു സൈസ് പുല്ല് പിടിപ്പിക്കുന്നില്ലേ, അതിനെക്കുറിച്ച് അറിയെങ്കിൽ ആ ഒരു ഡീറ്റെയിൽ എന്നോട് പറയണേ. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പറഞ്ഞത്, അത് നമ്മൾ തന്നെ വളർത്തി